ഫസ്റ്റ് 2 സിനിമ കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ കിട്ടുന്നതായിരുന്നു എനിക്കിതിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആസ്പെക്ട്. ഓക്കെ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആക്ഷൻ സിനിമ ചെയ്യുക, അതിലിങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എത്രത്തോളം ഫിസിക്കൽ ടോൾ നമ്മുടെ ദേഹത്ത് ഉണ്ടാവും, ഇഞ്ചുറീസ്, റിസ്ക്, എവറിത്തിങ്. എനിക്ക് അതൊക്കെ ഒരു എക്സൈറ്റിംഗ് ആസ്പെക്ട് ആയിട്ട് തോന്നി. അതായത് എനിക്ക് ഇതുവരെ ഒരു ആക്ഷൻ സിനിമ ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ. ചാൻസ് ഫോർ ദാറ്റ്, ഓക്കെ. മൈ ഫസ്റ്റ് ചാൻസ്. ഓക്കെ. അത്രയും തന്നെയായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വന്ന് ഫസ്റ്റ് കേൾക്കുന്ന തൊട്ട് സിനിമ ചെയ്യുന്നവരെ എത്തുന്ന ഒരു ജേർണി തന്നെ വളരെ ലോങ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരാളാണ് സുജിത്താരൻ, ഡയറക്ടർ. ഓക്കെ. സോ അദ്ദേഹത്തിന് മാർക്ക് ഉണ്ടാക്കാനുള്ള സിനിമയാണ്. മോർ ദാൻ ദിസ് മൂവി ഈസ് അബൌട്ട് മീ, ദിസ് ഫിലിം ഇസ് അബൌട്ട് ഹിം, ഓക്കെ. ഹിസ് വർക്ക് ആസ് എ ഡയറക്ടർ. കാര്യം ഈ സിനിമയിൽ ഞാനില്ലെങ്കിലും ഈ സിനിമ നന്നാവും എനിക്കറിയാം. ഓക്കെ. ഓക്കെ. ബട്ട് സുജിത്താരൻ ഇല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം ആവും എന്നുള്ളതിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാൻസ് പുട്ട് ഇൻ ഹിസ് വർക്ക്. ഓക്കെ. എത്രത്തോളം ആണെങ്കിലും നമ്മള് കമേഴ്ഷ്യലി ഇപ്പൊ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി ഏത് ലെവലിലാണ് നിൽക്കുന്നത് നോക്കുമ്പോ ആ ഒരു സ്കെയിലിൽ വെച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ലെവലിൽ നമ്മളൊരു ലോവർ ബഡ്ജറ്റിലാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത്.